സഹോസ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ചെമ്മലമറ്റം ഹൈസ്കൂളിൻ്റെ ഫ്രണ്ടിലാണ്. ലിറ്റിൽ ഫ്ലവർ ചെമ്മലമറ്റം ഹൈസ്കൂൾ മനോഹരമായൊരു സ്കൂളാണ്. നിങ്ങൾക്കറിയാം, ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഇവിടുത്തെ ദേവാലയം 12 ശ്ലീഹന്മാരുടെ ദേവാലയമാണ്. അതുപോലെ തന്നെ മിഷൻ ലീഗിൻ്റെ കുഞ്ഞേട്ടൻ അല്ലേ, കുഞ്ഞേട്ടൻ്റെ ജനന സ്ഥലമാണിത്. ഇന്ന് നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത്, നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ബിജു ചെമ്മലമറ്റമാണ്. നിങ്ങൾ പലർക്കും അദ്ദേഹത്തെ ഇൻസ്റ്റയിലൂടെ ഫേസ്ബുക്കിലൂടെ അറിയാം. കുറേ റീൽസൊക്കെ ചെയ്യുന്ന സഹോദരനാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. ബിജുടാ, സ്ഥിരീകരിക്കട്ടെ. പ്രിയപ്പെട്ട ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട, നിങ്ങൾ പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ ഈ വഴി പോയപ്പോൾ അവിചാരിതമായിട്ട് കണ്ടല്ലേ? വഴി പോയപ്പോൾ എങ്ങനെ കണ്ട കാര്യം എങ്ങനത്തെ ഇത് പറഞ്ഞ് ഷെയർ ചെയ്തേ. ഞാൻ ബസ് കാത്ത് റോട്ടിൽ നിൽക്കുകയായിരുന്നു. അതെ. അപ്പോൾ ഒരാൾ ബൈക്കിൽ പോയപ്പോൾ എന്നെ കണ്ടപ്പോൾ തിരിച്ചു വന്നു. അതെ. അപ്പോൾ പലരും ഇങ്ങനെ റോട്ടിൽ എല്ലാ ദിവസവും നിൽക്കുമ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ വന്ന് പരിചയപ്പെടാറുണ്ട്. ദിവസം ഒരു 10-30 പേര് അടുത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണെന്ന് കരുതിയെന്നുള്ള പിന്നീടാണ് ഒരു കപ്പൂച്ചും വൈദ്യനാണെന്ന് മനസ്സിലായതും അച്ഛനെ പരിചയപ്പെട്ടതും. അപ്പോൾ നമ്മൾ ഒരു ഏതായാലും കണ്ട സ്ഥിതിക്ക് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അഭിഷേക്, വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങൾ എങ്ങനെയാണ്? വീട്ടിൽ ഞാനും ഭാര്യയും 2 പിള്ളേരും, പിന്നെ ചാച്ചനും. ഈ സ്കൂളിൽ നമ്മൾ എന്തുകൊണ്ട് ഈ സ്കൂളിൽ നിൽക്കുന്നത്? ഞാൻ ഈ സ്കൂളിലെ ഒരു ജീവനക്കാരനാണ്. അതെ, ഒരു ഓഫീസ് സ്റ്റാഫാണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ ഇന്ന് ഇൻസ്റ്റാഗ്രാമിലാണല്ലോ നമ്മൾ കൂടുതൽ റീൽസ് ഒക്കെ ചെയ്യുന്നത്. അത് എന്ന് തുടങ്ങി? എത്ര നാളായി തുടങ്ങിയിട്ട്? ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങിയിട്ട് 2 വർഷം ആകുന്നേ ഉള്ളൂ. ഇൻസ്റ്റാഗ്രാം എന്താണെന്നോ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും എനിക്ക് സത്യമായിട്ടും സ്വാഭാവികമായിട്ടും അറിയത്തില്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാം എന്നാണെന്ന് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറുമില്ല. ഞാൻ കൂടുതലായിട്ടും ഫേസ്ബുക്കിലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ ബിജു ചെമ്മലമറ്റം എന്ന് ഇട്ട് കഴിഞ്ഞപ്പോൾ ആ പേരിൽ തന്നെ ഒത്തിരി പേരെ കണ്ടു. അപ്പോൾ എൻ്റെ വീട്ടിൽ ബിജു കണ്ണന്തറയെന്ന് ഇട്ടപ്പോൾ ഒത്തിരി പേര് കണ്ടു. അപ്പോഴാണ് ഒരു കൊച്ചു പയ്യൻ ഒരു ദിവസം എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ കണ്ട ഒരു കാര്യം ചെയ്യുക, ബിജുച്ചേട്ടൻ ചെമ്മലമറ്റം ഒന്ന് ആക്കി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഭിযোഗമായിട്ട് ഈ കൊച്ചിൻ്റെ ആഗ്രഹപ്രകാരം ബിജുച്ചേട്ടൻ ചെമ്മലമറ്റം എന്നൊരു പേര് സ്വീകരിച്ചു. അതോടുകൂടി ഇവിടെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഭയങ്കര ഫേമസായി. നാട്ടുവിശേഷങ്ങൾ, നാട്ടുകാര്യങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിൽ എപ്പോൾ തന്നെ ഒരു ദിവസം തന്നെ 10, 30, 40 പോസ്റ്റുമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സജീവമായിട്ടൊന്നും ഇല്ലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ 5 ഫോളോവേഴ്സേ ആകെയുള്ളൂ. 5 ഫോളോവേഴ്സേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം അമ്മ ഹോസ്പിറ്റലിലെ ഒരു മരണാസന രോഗിയായിട്ട് അമ്മ കിടക്കുന്ന സമയത്ത് കാരിത്താസ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ആശുപത്രിയായിട്ട് ഇങ്ങനെ സഹോസിച്ചപ്പോൾ ആശുപത്രിയുടെ മുന്നിൽ വെച്ച് വെറുതെ ഇരുന്നപ്പോൾ ഒരു സംഭവം തോന്നിയായി. സംഭവം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഒരു വരമ്പത്ത് കുറേ പുതുമഴ പെയ്തപ്പോൾ കുറേ പച്ചത്തവളകൾ പുതുമഴ പെയ്തപ്പോൾ വരമ്പത്തിരിക്കുന്നു. അപ്പോൾ കുറേ ചെറുപ്പക്കാരെല്ലാം കൂടെ ഈ പെട്രോൾ മാസം തൂക്കി തവളയെ പിടിക്കാൻ പോവാ. ഈ പെട്രോൾ മാസം തൂക്കി വരുന്നത് കണ്ടപ്പോൾ തവള അങ്ങനെ കണ്ടു. ഉടനെ തവള പരസ്പരം പറയുന്ന ഒരു വാക്കായിരുന്നു പെട്രോൾ മാസ്, പെട്രോൾ മാസ്, പെട്രോൾ മാസ്. പിടിച്ച കൂടക്കകത്ത് കഴിഞ്ഞപ്പോൾ പിടറാ പിടറാ പിടറാ, ഈ 2 ഡയലോഗ് ഞാൻ ഈ സംഭവം ചുമ്മാ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു. പെട്രോൾ മാസ്, പെട്രോൾ മാസ്, പിടറാ പിടറാ, അങ്ങനെ ഡയലോഗ്. പക്ഷേ ഇത് ഞാനത് അങ്ങ് മറന്നും പോയി, അതാരും കണ്ടു. പക്ഷേ ഇത് ഈ പാലക്കാടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഈ സംഭവം എടുത്തിട്ട് അയാളുടെ അക്കൗണ്ടിൽ അയാളത് ഇട്ടു. അത് ഏതാണ്ട് 2-3 ദിവസം കൊണ്ട് ഏതാണ്ട് 5 ലക്ഷം 6 ലക്ഷം പേർക്ക് മുകളിൽ ഈ സംഭവം കയറി. അപ്പോൾ അത് പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചിങ്ങനെ. അപ്പോൾ ഞാനത് വലിയ കാര്യമാക്കിയത്. പക്ഷേ ഒരു ദിവസം ഞാൻ കോട്ടയത്തെ ഒരു സംഭവം കോട്ടയം നാട്ടകം പോളിടെക്നിക് കോളേജിൻ്റെ മുമ്പിൽ ഒരു തട്ടുകടയുണ്ടായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കുന്നത് ഈ കോളേജ് പിള്ളേർ ഭക്ഷണം കഴിക്കുക. അപ്പോൾ എന്നെ അറിയത്തില്ല, ഞാനോട് ഇരിക്കുന്നത്. പക്ഷേ ഇവർ തമ്മിൽ പരസ്പരം പെട്രോൾ മാസ്, പെട്രോൾ മാസ്, ബെട്ടറാ ബെട്ടറാന്ന്. അപ്പം ഞാൻ ഓർത്തു ഈ ഡയലോഗ് ഞാൻ പറഞ്ഞ ഡയലോഗാണല്ലോ. അന്നേരമാണ് ഇവരെന്നെ കണ്ട് ഓടി വന്ന് ഫോട്ടോ എടുക്കണം അങ്ങനെ. അപ്പം ഞാൻ വിളിച്ചു. കാരണം എനിക്കിവരെ പരിചയമില്ല. ഞാൻ ഈ ചെമ്മലമറ്റംകാരനാണ്, ഈ ഗ്രാമം വിട്ടൊരു പരിചയമില്ല. അങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു സംഭവം. പക്ഷെ മിക്ക ക്യാമ്പസുകളിൽ ഇപ്പോൾ അതൊരു ചർച്ചാ വിഷയമായി, പെട്രോൾ മാസ്, പെട്രോൾ മാസ്, ബെട്ടറാ ബെട്ടറാ എന്നുള്ള സംഭവം. അപ്പോൾ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറി. പിന്നെ ആദ്യം കുറച്ച് ഞാൻ തന്നെ എൻ്റെ ശൈലി കുറേ സംഭവങ്ങൾ. പക്ഷെ അന്നേരമൊക്കെ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടായി. ഫേസ്ബുക്കിൽ കിടന്ന് കളിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഇത് യുവാക്കളുടെ സ്ഥലമാണെന്നും യുവാക്കൾക്ക് പ്രാധാന്യമുള്ളെന്നും എല്ലാം പറയും. പക്ഷേ അവിടെ എനിക്ക് തളരേണ്ടതായ ഒത്തിരി കേസിട്ട് വന്നു. അനേകം, അതായത് അശ്ലീകരമായ വാക്കുകൾ, തെറികളെല്ലാം ഇതിൻ്റെ പുറകെ വന്നായിരുന്നു. പക്ഷേ സഭയായിട്ട് നമുക്ക് നിർത്തിപ്പോയിരുന്നു. കാരണം അതുപോലെയുള്ള ഒരു ആക്രമണം ഉണ്ടായി. പക്ഷേ
ഒരു 2-3 മാസത്തിനുള്ളിൽ ഈ ആക്രമിച്ചവർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആൾക്കാരും തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം രാവിലെ ഒരു പ്രഭാതപക്ഷം ചെയ്തു. ആ പ്രഭാതപക്ഷം ഞാൻ 2-3 ദിവസം കൊണ്ട് തന്നെ 5 ലക്ഷം 6 ലക്ഷം പേർക്ക് മുകളിലായി. അപ്പോൾ അതിനുശേഷം വീട്ടിലൊരു ദിവസം ഒരു മീനെടുത്ത് അടുപ്പിലിട്ട് ചുട്ട് ഞാനും കൊച്ചും കൂടി ഇരുന്ന് കഴിച്ചു. പക്ഷെ അതൊക്കെ പെട്ടെന്ന് ഇവിടേക്ക് കഴിയുമ്പോഴത്തേക്കും ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും അനേകം പേര് ഇങ്ങനെ ഒരാളെ അന്വേഷിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് സിനിമാ ലോകത്തുനിന്ന് മറ്റേ ജയസൂര്യ, മഴവിൽ മനോരമ കോമഡി ചെന്നപ്പോൾ കോട്ടയം നസീർ, വിനു, മഞ്ജു പിള്ള, അല്ല അങ്ങനെ ഈ സിനിമ പക്ഷെ മഴവിൽ മനോരമയുടെ ഓഫീസിലൊക്കെ ചെന്നപ്പോൾ ഉള്ള ജീവനക്കാർ മുഴുവനും ഓടിയെത്തി ഇങ്ങനെ ഒരാളെ പ്രഭാതപക്ഷം വന്നു. അപ്പോൾ അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വ്യവസായം ഞാനിപ്പോൾ 100 എല്ലാ വീഡിയോയും തന്നെ 1 ലക്ഷം പേര് 1 മില്യനും തന്നെ 10-30 വീഡിയോയ്ക്ക് 1 മില്യനും തന്നെ മുകളിൽ കയറി. പക്ഷെ സിംബോളിക്കായിട്ട് ചുമ്മാ ഒരു ചെയ്ത് തുടങ്ങിയതാണ്. പ്രിയപ്പെട്ട സഹോസ്, അത് മാത്രമല്ല, ഞാൻ ഇദ്ദേഹം ഇൻസ്റ്റയിലുള്ള അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നിങ്ങൾ കേട്ടു. അതുപോലെ തന്നെ ഇദ്ദേഹം അതിന് ഒരു നല്ലൊരു കത്തോലിക്ക വിശ്വാസിയാണെന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം. എങ്ങനെയാണ് വിശ്വാസ വർഷങ്ങളായിട്ട് അതിൽ മുടങ്ങില്ല. ഒരു വെളുപ്പിനെ തന്നെ ഒരു 3:30 എഴുന്നേൽക്കുന്ന കുറേ സമയം പ്രാർത്ഥിക്കുന്നു. പക്ഷേ പരിശുദ്ധ കുർബാന ഇതുവരെ മുടക്കിയിട്ടില്ല. വെളുപ്പിന് 5:30 ആകുമ്പോൾ തന്നെ ദേവാലയത്തിലെത്തും. പിന്നെ ദേവാലയവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ പള്ളിമിനിറ്റ്, അത് പ്രത്യേകിച്ച് എൻ്റെ കാര്യങ്ങൾ മുഴുവനും ദേവാലയവുമായി ബന്ധപ്പെട്ടും ദേവാലയവുമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ 100കണക്കിനല്ല 10,000കണക്കിന് ആൾക്കാർ വന്ന് അഭിനന്ദിച്ചാലും ചിലർ സെൽഫി എടുക്കാൻ വിധിക്കുന്നു, ചിലർ കെട്ടിപ്പിടിക്കുന്നു. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് പൗലോസ്ലീഗയുടെ ഒരു വാക്കാണ്, അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. ആ ഒരു അഭിമാനം ഉള്ളതായതുകൊണ്ട് ഇത്തരം കെട്ടിപ്പിടുത്തോ അല്ലെങ്കിൽ ഇത്തരം ഒരു അതിനകത്ത് ഞാൻ ഒരിക്കലും ഞാൻ വലിയ ആളാണെന്നോ ഞാൻ വലിയ സംഭവമാണെന്നോ അങ്ങനെ ഒരു തോന്നലില്ല. കാരണം ഈ ഒരു വചനം എന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്. അഭിമാനിക്കുന്നവൻ ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്, വിശ്വാസം വഴി കൃപയാലാണല്ലോ നാം രക്ഷിക്കപ്പെട്ടില്ല. അപ്പോൾ നാം എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ്. അതുപോലെ തന്നെ ഈ ഒരു വചനം അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. അപ്പോൾ എല്ലാത്തിനെയും 2 പോയിന്റ് ഈ അവിടുന്ന് ആരംഭിക്കുന്നു, അൽത്താരുടെ ആരംഭിച്ചിട്ട് തുടങ്ങുന്നു, സ്കൂൾ ജീവിതം കഴിയുന്നു, വീണ്ടും അൽത്താരുടെ. അതുപോലെ തന്നെ ഈ ബ്ലഡ് ഡൊണേഷൻ എന്നൊരു സംഭവമുണ്ട്. അതായത് അനേക അവാർഡുകൾ അതിൻ്റെ പേരിൽ ലഭിച്ചു. ഈ ആർക്കും ലഭിക്കാത്ത നെഗറ്റീവ് ഗ്രൂപ്പുകൾ, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, അത് അനേകം പേര് ദിവസം വരുന്നുണ്ട്. AB നെഗറ്റീവ്, B നെഗറ്റീവ്, O നെഗറ്റീവ്, AB പോസിറ്റീവ്, അങ്ങനെയുള്ള ബ്ലഡുകൾ. അത് കൃത്യസമയത്ത് കണ്ടുമുട്ടുന്നത്. ഇപ്പോൾ എന്നെ ഇൻസ്റ്റായിൽ ഒരാളെ പരിചയപ്പെട്ട അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഞാൻ തയ്യാറാക്കുന്നു. ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അദ്ദേഹം തൃശ്ശൂർ ജില്ലക്കാരാണ്. തൃശ്ശൂരിൽ ഒരാവശ്യം വന്നിട്ടുണ്ട്, ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് തൃശ്ശൂർ ഒന്ന് സഹായിക്കാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെയെല്ലാം അവസാനം അഭിമാനിക്കുന്നവൻ അവിടെ അഭിമാനിക്കട്ടെ, ഈശോയ്ക്ക് വേണ്ടിയുള്ള ജീവിതമാണ്. പക്ഷെ അതിനകത്ത് വ്യാഹമായ, അതായത് ഈ ലോകത്തിൻ്റെതായ ഒരു സപ്പോർട്ടുകളോ സ്നേഹപ്രകടനങ്ങളോ ഒക്കെ ഉണ്ടാവാം, അത് സ്വാഭാവികം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ ഇപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ സെൽഫി എടുക്കുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ വരുന്നതിനോട് ബുദ്ധിമുട്ട്, നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ കൂടുതൽ ക്യാൻസർ രോഗികളുടെ സന്ദർശനം, പിന്നെ സബ് ജയിലുകളിലെ തടവുകാരെ സന്ദർശനം, അതെല്ലാം ദിവസം ഇതിനായി സമയം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആതിര ശുശ്രൂഷ സേവന രംഗത്തൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഇത്തരം മേഖലകളിൽ നമ്മൾ സജീവമാവുകയും ദിവസവും വചനം അരമണിക്കൂർ, അത് ഇൻസ്റ്റയിൽ കയറി കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെ എന്ന അക്ഷരത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ചോദിച്ചു. അപ്പം അതല്ല, അപ്പം ഞാൻ പറഞ്ഞു, മർദ്ദിതർക്കും മഹാഭാവികൾക്കും മോചനമാർഗം വരെയുള്ള മർദ്ദമാണിക്കുമായ മറിയത്തിൻ്റെ മരപ്പണിക്കാരനെ യൂസഫിൻ്റെ മകനായ മാടുകൾ തുരത്തിൽ മകനായ മിശിഹ മനുഷ്യാവതാരം എടുത്തു. മറ്റാർക്കും മുമ്പിൽ മടിയും മൂലധനവും മിശിഹായ 3 പേർ കാണാമെന്ന് മിശിഹായുടെ ജീവിതത്തിലെ മകസംഭവങ്ങളാണ്. 3-ാം ദിവസം മാതാപിതാക്കളെന്ന് പറഞ്ഞു, 3-ാം നാൾ പ്രത്യക്ഷപ്പെട്ട് 30-ാം വയസ്സിൽ മക അത്ഭുതങ്ങളെന്ന് 33-ാമത് മരക്കുരിശി മൂവരിൽ ഒരുവനെ മരിച്ചതും 3-ാം നാൾ ഉയർത്ത് മിശിഹായുടെ ജീവിതത്തിലെ മകസംഭവമാണ്. മിശിഹായുടെ മധുരഗന്ധം തുടങ്ങുന്ന മായി തുടങ്ങുന്ന മർക്കോസിനെ നമുക്ക് മാനവലോകത്തിന് മകനായ മിശിഹായുടെ മാനവ മന്ന പ്രചോദനത്തെ ആമേ. ഞാനിത് പറഞ്ഞു. പക്ഷേ അത് ഇൻസ്റ്റാഗ്രാമിൽ അത് പെട്ടെന്ന് പിള്ളേർ സെറ്റ് ഏറ്റെടുത്ത് കത്തിക്കറി, ക്രിസ്തുവിൻ്റെ ജനനം മുതൽ മരണം വരെ. അപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞാലും 1 മണിക്കൂർ വചനം വായിക്കുന്നു, 2 മണിക്കൂർ വചനം പ്രത്യേകിച്ചും അതൊരു ആവേശമാണ്. ഈ ഇപ്പോൾ നമ്മൾ 50 വയസ്സ് പിന്നിട്ടതായിക്കോട്ടെ, പക്ഷേ വചനം വായിക്കുമ്പോൾ സങ്കീർത്തനങ്ങളെല്ലാം വായിക്കും, അത് ഭയങ്കര ആവേശമാണ്. ആ ഒരു വചനം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ദിവസവും 1/2 മണിക്കൂർ 1 മണിക്കൂർ വായിക്കുന്നത്, അത് വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വന്നു. അപ്പോൾ ഈ ഓർമ്മശക്തി പവറിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും കാരണം 1-ാം സ്ഥാനം ദൈവത്തിനും 2-ാം സ്ഥാനം മറ്റും. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ ഇന്നിപ്പോൾ അനേകം ജീസസ് യൂത്തിൽപ്പെട്ട അനേകം പേര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വചനം പങ്കുവെക്കുന്ന അനേകം യുവാക്കളെ നമുക്ക് പറ്റി. മൂവാറ്റുപുഴയിലുള്ളൊരു ഒരു പയ്യനും അവർ ദിവസവും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈദികർ സന്യസ്തരെ കൊടുക്കും. പക്ഷേ
പക്ഷെ അവിടെ ശക്തമായ പോരാട്ടം നടക്കുന്നുണ്ട്. ഇത് വേണ്ട, ഇൻസ്റ്റാഗ്രാം ഞങ്ങൾക്ക് ഇത് വേണ്ട എന്ന് പറയുന്നത്. വചനം വേണ്ട എന്നുള്ളത് അല്ല, അങ്ങനെ ഒരു എതിർപ്പ് നടക്കുന്നുണ്ട് യൂത്തിന്റെ ലോകത്ത് ഇത്ര സമയം. പക്ഷെ എന്നിരുന്നാലും എന്നെ പോലെയുള്ള ഒരാളൊരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരു വചനം ഇപ്പോൾ ക്രിസ്മസ് ആയിക്കോട്ടെ, ഈസ്റ്റർ ആയിക്കോട്ടെ, വചനം നമ്മൾ കൊടുക്കും. അതൊരു പലർക്കും ഒരു ആവേശമാണ്. പ്രത്യേകിച്ച് എൻ്റെ ജീവിതമാണെന്ന് മാർഗം ഗാന്ധിജി പറഞ്ഞല്ല, ഈ ജീവിതത്തിലൂടെ നമ്മളത് കാണിച്ചു കൊടുക്കും. പ്രത്യേകിച്ച് ഭക്ഷണം അല്ലെങ്കിൽ സാധാരണക്കാർ ഇപ്പം ദിവസവും ഒരു 100-200ഓളം പേരെ കാണാറുണ്ട്. അതുപോലെ തന്നെ ഏത് ടൗണിൽ ചെന്നാലും സെൽഫി എടുക്കാനായിട്ട് ഭയങ്കരമായ ഒരു തിരക്കുകൾ. അതൊക്കെ നമ്മളെ ഇപ്പോൾ ടൂർ പോയപ്പം കഴിഞ്ഞ ദിവസം ഊട്ടിക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോയി. ഊട്ടി ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കടത്തിവിടാതിരുന്ന ഒരാൾ ഞാൻ മാത്രമല്ല. അത് പല സ്ഥലങ്ങളിൽ നിന്നും ഊട്ടിയിൽ എന്നെ കൂട്ടിയെടുക്കാനും. പക്ഷേ അവിടെ എനിക്ക് മറ്റൊരു ലോകത്തേക്ക് പോകാമായിരുന്നു. കാരണം നമ്മളിവിടെ സ്കൂളിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനിവിടെ അറിയപ്പെടുന്ന ഒരാളാണ് എന്ന്. പക്ഷേ അവിടെയും നമ്മൾ അവിടെ സ്ഥാനം കൊടുക്കാതെ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് തിരിഞ്ഞപ്പോൾ അതുപോലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകാനായിട്ട് ഒരു യാത്ര ചെയ്യുന്നത് ഇപ്പോൾ സുരക്ഷ അവിടെ ചെന്നപ്പോൾ ആ വിമാനത്താവളത്തിലുണ്ടായ സ്വീകരണം. പക്ഷേ നമ്മളൊരു വെറും ഒരു നാട്ടുമ്പുറത്തുകാരൻ. പക്ഷേ ഇത് എന്നാ പഴയ നിയമത്തിലൊരു വചനമുണ്ട്, ജെറമിയയുടെ പുസ്തകത്തിലാണ് തോന്നുന്നത്, എന്നാ ദൈവത്തെ ഭയപ്പെടുന്നവൻ, ദൈവത്തിൻ്റെ നാമം വായിക്കുന്നവൻ ദൈവം ലോകം മുഴുവൻ ചുറ്റും സഞ്ചരിക്കുന്ന പറഞ്ഞല്ലേ. ഈ യേശുവിൻ്റെ ആ നാമം അല്ല, ആ ഒരു ഭയങ്കര ശക്തിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ദൈവത്തെ മറന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്തിന് പകരം രണ്ടാം സ്ഥാനത്തേക്ക് ദൈവത്തെ മാറ്റി നിർത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ പാളിച്ചുണ്ടാവും. അവിടെ ഇങ്ങോട്ടുള്ള നോട്ടം, അങ്ങോട്ടുള്ള രീതി, അത് നമ്മളെ അപ്പോൾ ബിജുചേട്ടൻ ഇൻസ്റ്റയിൽ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. പക്ഷേ ബിജുചേട്ടൻ ഫോളോ ചെയ്യുന്നത് ഈശോയാണ്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ ബിജുചേട്ടാ ഒത്തിരി നന്ദി, കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റിയതിനും ഒരു വീഡിയോ തന്നതിനൊക്കെ. അങ്ങനെ പ്രിയപ്പെട്ട സഹോസ് ഇങ്ങനെ നോക്കി, ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം നന്മ മറ്റുള്ളവർക്ക് ചെയ്യുന്നു. ദേവാലയത്തിൽ നിന്ന് ആരംഭിക്കുന്ന ജീവിതം അവസാനിക്കുന്നതും ദേവാലയത്തിൽ തന്നെ, ഈശോയിൽ ആശ്രയിച്ചുള്ള ജീവിതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒത്തിരി അഭിനന്ദിക്കുന്നു. സഹോദരൻ്റെ വിശ്വാസ ജീവിതം മുന്നോട്ട് പോകട്ടെ, അത് മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ. പ്രിയപ്പെട്ട സഹോസ് ഒറ്റ കാര്യമുള്ളൂ, ഒത്തിരി നന്മ ചെയ്യുക, സോഷ്യൽ മീഡിയയിലൂടെ നന്മ ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണുമ്പോൾ നന്മ ചെയ്യുക. അങ്ങനെ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാകട്ടെ. ബിജുചേട്ടൻ ഒത്തിരി നന്ദി, ദൈവം അനുഗ്രഹിക്കട്ടെ. അതിന് അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ യുവജനങ്ങളോടോ? എന്തെങ്കിലും പറയാനുണ്ടോ പെട്ടെന്ന് പറഞ്ഞു? യുവജനങ്ങളോട് എനിക്ക് ഇത് ഒന്നേ പറയാനുള്ളൂ. നമ്മളെ ഒന്നാമത് ഇതൊരു മത്സരങ്ങളുടെ കാലഘട്ടമാണ്. ഇപ്പം എനിക്കൊക്കെ ഒത്തിരിയേറെ അനുഭവങ്ങൾ അറിയാം. അനേകം പേരാണ് ദിവസവും രാത്രി വിളിക്കുന്ന ഒരു അവസരം തരാമോ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ചെയ്യുമോ, എനിക്ക് ഉറക്കം നടക്കുന്നില്ല, എനിക്ക് റീച്ച് കിട്ടണം. അങ്ങനെ അത്തരം ഈ ലോകത്തിലെ കാര്യങ്ങൾ യുവജനങ്ങൾ ഭയങ്കര ഇതാന്ന് തോന്നുന്നു. ഒരു റീച്ച് കുറഞ്ഞു പോയാൽ, ഒരു ലൈക്ക് കുറഞ്ഞു പോയാൽ അതിൻ്റെ ഒരു ടെൻഷൻ ബഹളമൊക്കെ. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. മറിച്ച് അതെല്ലാം മാറിയിട്ട് നമ്മുടെ ഭാവി കാര്യങ്ങൾ, നമ്മുടെ പഠന കാര്യങ്ങൾ, നമ്മുടെ ആ കാര്യങ്ങളിലേക്കൊക്കെ പോകണം. അനേകം പേര് ഇപ്പോൾ ഞാൻ സ്കൂളിലായിട്ട് 8, 9, 7, 6, 5 പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും ഭയങ്കര ശല്യമാണ്, ചേട്ടാ ഒരു ഫോളോ ചെയ്യാവോ, എൻ്റെ റീച്ച് കൂട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ അത്തരം മുകളിലേക്ക് യുവജനങ്ങൾ പലരുടെയും ആത്മഹത്യപരമായ കാര്യങ്ങളിലേക്ക് പോകുന്ന ഇതൊക്കെയാണ് ഈ റീൽ ചെയ്യാനുള്ള സ്ഥലം പോകുമ്പോൾ അപകടങ്ങളൊക്കെ. പക്ഷേ അത്തരം കാര്യങ്ങൾ ഞാൻ വെറും 5 ഫോളോവേഴ്സ് തുടങ്ങി ഞാനിപ്പോൾ 100K കഴിഞ്ഞ് എല്ലാ വീഡിയോകൾക്കും ആൾക്കാർ കണ്ടവാനും കാണുന്നു, കേൾക്കുന്നു. പക്ഷെ ഇതാണ് ഞാൻ പറയുന്നത്, പ്രയോറിറ്റി എപ്പോഴും ദൈവവും അല്ലേ, അല്ലാതെ സോഷ്യൽ മീഡിയ ആകരുത്. അതാണ് നിങ്ങളുടെ പഠനങ്ങളായിരിക്കും പ്രയോറിറ്റി, നിങ്ങളുടെ വിശ്വാസമായിരിക്കണം പ്രയോറിറ്റി, നന്മ പ്രവൃത്തിയിലായിരിക്കും പ്രയോറിറ്റി. അതിൽ നിന്നുണ്ടാകുന്ന നന്മ മാത്രം സോഷ്യൽ മീഡിയയിൽ ഇടുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഒത്തിരി നന്ദി.